ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ആഗ്ര ഇറ്റാവ മിഷൻ തുടങ്ങിയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന സന്ദർഭമാണല്ലോ ഇത്. ഈ സന്ദർഭത്തിൽ 3-4 വ്യക്തികളെ പ്രത്യേകമായിട്ട് സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിവന്യ കർദിനാൾ ആന്റണി പടിയറപ്പിതാവിൻ്റെ കാലത്താണല്ലോ ഇതിൻ്റെ തുടക്കം. തുടർന്ന് വന്ന അഭിവന്യ ജോസഫ് ഓത്തി പിതാവും അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവും ഇതിന് നല്ല പ്രോത്സാഹനവും പിന്തുണയും നൽകി. പിതാവും അതേ രീതിയിൽ തന്നെ ഇതിന് ആത്മീയനേതൃത്വം കൊടുക്കുന്നയാളാണ്. ഇപ്പോൾ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട്, പ്രത്യേകിച്ചും ഈ റീജിയന്റെ ശുശ്രൂഷയ്ക്കായിട്ട് തോമസ് പാടിയത്ത് പിതാവും നിയമിതനായിരിക്കുകയാണ്. ഈ അഭിനയ പിതാക്കന്മാരോടൊപ്പം ഞാൻ മൺമറിഞ്ഞു പോയ 2-3 വൈദികരെ പറ്റി ഓർക്കുകയാണ്. ഒന്ന് കുരുവിള കോക്കാട്ടച്ചന്, ഐസക് കൊച്ചുപുരേച്ചന്, പിന്നെ മാത്തൂരച്ചന്. ഈ കോക്കാട്ടച്ചനുമായിട്ട് എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നു. അച്ഛനോട് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അവിടെ വന്ന് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചുപുരേച്ചൻ്റെയും മാത്തൂരച്ചൻ്റെയും മരണം അപകട മരണങ്ങളാണ്. അപ്പോൾ ആ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന കണ്ട് കുട്ടികളെ സംരക്ഷിക്കാനുള്ള സ്വന്തം ജീവൻ വെടിഞ്ഞ് ശുശ്രൂഷ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് അത് വളരെ വലുതാണ്. ഈ 2 അപകട മരണങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ മുതൽ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ എനിക്ക് എടുത്ത് പരിചയമുള്ളതാണ്. ഞാൻ ഈ വൈദ്യർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. മിഷനിലൊക്കെ പോകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് സുവിശേഷ പ്രഘോഷണത്തിൽ പറയപ്പെടുന്ന വാക്കാണല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കും, സ്നേഹിതന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അങ്ങനെ സ്വന്തം ജീവൻ ബലിയായി കൊടുത്ത് സഭയുടെ ശുശ്രൂഷ മേഖലകൾ അത് വലുതാക്കാനായിട്ട് സുവിശേഷം അറിയിക്കാൻ പ്രയത്നിച്ച ഈ വൈദികരൊക്കെ സ്വർഗീയ മാധ്യസ്ഥ്യം നൽകി ഈ മിഷനെ ഇന്നും ശക്തിപ്പെടുത്തുന്നു ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വ നിലയിലുള്ള എഴുകാടച്ഛനെയും അച്ഛൻ്റെ സഹപ്രവർത്തകരെയും അവിടെ മറ്റു പല രീതിയിൽ സഹായിക്കുന്ന സന്യാസിനി സമൂഹങ്ങളുണ്ട്, അൽമായ സഹോദരങ്ങളുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 50 വർഷങ്ങൾ കൊണ്ട് ആ ഒരു പ്രദേശത്ത് ഒരു വലിയ സാന്നിധ്യമായി തീരാൻ കഴിഞ്ഞതിന് എല്ലാവരെയും ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുന്നു. ജൂബിലിക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ.